സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന്റെ ടൈം മാറ്റണം. അതിന്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ 9 മണി മുതൽ എന്ന് പറഞ്ഞു. ആണോ? ഇന്നലെ 9 മണി മുതൽ. ഓ, എന്നാ അത് എനിക്ക് എന്താ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. ഇത് മുൻ മന്ത്രിയാണ്, MLA ആണ്, MP ആണെന്നും തോന്നുന്നു. നമ്മുടെ ശ്രീമതി ടീച്ചറാണ്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ പദ്ധതി എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതിയെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് കേട്ടത്. ആ പ്രതികരണത്തിൽ ബഹുമാനിയായ ശ്രീമതി ടീച്ചർ പറയുന്നത് രാവിലെ 9 മണി എന്നുള്ളത് മാറ്റി ഒരു 6 മണി മുതൽ എങ്കിലും ആക്കണം എന്നാണ് പറയുന്നത്. നോക്കണം, ആ വിഷയത്തോടും സ്ത്രീകളോടും അത്തരമൊരു സാമൂഹിക മാറ്റങ്ങളോടും സഹായങ്ങളോടുമൊക്കെ ഇവരൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കിയും പഠിച്ചുമാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇത് ഒരാളിൻ്റെ മാത്രം കാര്യമല്ല, കുറേ പേർ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ അനുസ്മരണത്തിന് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ പരിപാടിക്ക് എത്തുന്നതിന് 1 മിനിറ്റ് മുമ്പായിരിക്കും ഇതെന്താണെന്ന് പോലും ചിലപ്പോൾ അന്വേഷിക്കുന്നത്. എന്നിട്ടാണ് ചിലപ്പം വെച്ച് ചാമ്പുമ്പം എവിടെങ്കിലുമൊക്കെ ഈ പ്രസംഗം പോയി കയറാറുള്ളത്. ഇതവിടെ നിൽക്കട്ടെ. ഞാനിത് പറയാമെന്ന കാര്യം ഞാൻ എവിടെയോ കഴിഞ്ഞ ദിവസം വായിച്ചു. CPIMൻ്റെ അവലോകന റിപ്പോർട്ടിൽ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള സഖാക്കളെ സംബന്ധിച്ച് വളരെ വിശദമായ വിലയിരുത്തലും അവർക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം തോന്നി, വലിയ സങ്കടം തോന്നി. എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താഴെത്തട്ടിലെ സഖാക്കളെ പോലെ പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന, കമ്മിറ്റി കൂടുന്ന, ജാഥയ്ക്ക് പോകുന്ന, ഇവർക്കെല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് കൊണ്ട് സ്വന്തമായി ജീവിക്കാൻ പോലും കഴിയാത്ത ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പാർട്ടിയാണ് CPIM. ആ പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഇനിയും കുറ്റപ്പെടുത്തിയിട്ട് ഇതുപോലുള്ള ആളുകളെ പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ നിന്ന് ഇതുപോലെ കുറേ നേതാക്കളുണ്ട്. ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയും ഒക്കെ ഒരു കാലത്ത് ലേബലും ഒക്കെ കിട്ടിയത് കണ്ണൂർ മേഖല, മലബാർ മേഖലയിൽ നിന്നാണെന്ന് പറയുമ്പോഴും പലപ്പോഴും ഈ പാർട്ടി അപമാനിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും ഇതേ മേഖല കൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബത്തിലുള്ളവർ മത്സരിക്കുമ്പോൾ അവരെ മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാമാന്യ ഔചിത്യം നേതാക്കൾ കാണിക്കണമെന്ന്. എന്തായാലും അദ്ദേഹം ഭാര്യയും പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു സീറ്റിന് വേണ്ടി രംഗത്തിറങ്ങിയില്ല. ആന്തൂറിലെ ഒക്കെ ഉണ്ടായ വിഷയം എത്രത്തോളം നാണക്കേടുമൊക്കെ ഉണ്ടാക്കിയിട്ടും വീണ്ടും കരുത്തുറ്റ പാർട്ടിക്കാരവിടെ ഉള്ളപ്പോഴാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ മത്സരിക്കുന്നത്. എന്നിട്ട് പോട്ടെ, ആ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിൽ നിന്ന് മറ്റൊരു നേതാവ് എഴുതിയ നെടുങ്കൻ ലേഖനങ്ങളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചതും ഒക്കെ എന്തൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ സൃഷ്ടിക്കുന്ന, പറയുന്ന വാചകങ്ങളും പ്രവൃത്തിയും ഇവരുടെയൊക്കെ ആത്മാർത്ഥതയുമാണ് ഈ പാർട്ടിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. വെറുതെ ആടിനെ പട്ടിയാക്കിയും പട്ടിനെ പേപ്പട്ടിയാക്കിയും ഒക്കെ പറഞ്ഞാലും ഇന്ന് വാർത്താ വിവരങ്ങളടക്കമുള്ളവയെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലത്ത് വല്ലാണ്ട് അതൊന്നും വിറ്റഴിഞ്ഞു പോകില്ല എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. വെറുതെ താഴത്തെ സഖാക്കളെ മാത്രം തെറി വിളിച്ചിട്ട് കാര്യമില്ല. കുറഞ്ഞപക്ഷം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പ് എങ്ങനെയാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കാതിരിക്കലല്ലേ കൂടുതൽ നല്ലത് എന്ന് തോന്നിപ്പോയി.